നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സർക്കാർ ഒരു വൻ കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ. കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി ആരംഭിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലം കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. മദ്യക്കമ്പനിക്ക് സർക്കാർ നൽകിയ അനുമതിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് മെമ്പർമാർ കൊണ്ടുവന്ന പ്രമേയം പാസായി. പ്രമേയം പാസായത് 8-നെതിരെ 14 വോട്ടുകൾക്ക്. പ്രമേയത്തെ അനുകൂലിച്ച് ബിജെപി അംഗങ്ങൾ. ഖാദി വസ്ത്രം ധരിക്കുന്നത് ദേശീയബോധത്തിന്റെ ഭാഗമായി മാറണമെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായും പി ജയരാജൻ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്കിടി പേരൂർ പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്ത് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പാലക്കാട് നഴ്സുമാരുടെ പ്രതിഷേധം. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പാലക്കാട് NHM ഓഫീസിന് മുന്നിൽ. സമരം സംഘടിപ്പിച്ചത് ആശാവർക്കർമാരുടെ വേതനം കുറയുന്നതിന് കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന CITU നേതാവ് ഇളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിച്ച പശ്ചാത്തലത്തിൽ പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യം. ചിനക്കത്തൂരിൽ ഇനി പൂരക്കാലത്തിന്റെ രാപ്പകലുകൾ. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള 17 ദിവസത്തെ തോൽഭാവക്കൂത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. ക്ഷേത്ര മൈതാനിയിൽ വ്യാഴാഴ്ച ആരംഭിക്കുന്ന സാംസ്കാരിക പരിപാടികൾ 1 മാസക്കാലം നീണ്ടു നിൽക്കും. ചിനക്കത്തൂർ പൂരം മാർച്ച് 12-ന്. പ്രസിദ്ധമായ മണപ്പുള്ളിക്കാവ് വേല മഹോത്സവത്തിന് ഫെബ്രുവരി 14-ന് കൊടിയേറും. ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിവിധ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഗവൺമെന്റ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും കുമ്മനം എലപ്പള്ളിയിൽ സന്ദർശനം നടത്തിയ ശേഷം പറഞ്ഞു. നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ അവരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെയോ ആവശ്യങ്ങളെയോ ആക്ഷേപങ്ങളെയോ ആവലാതികളെയോ ഒന്നും പരിഗണിക്കില്ല. ഗവൺമെൻറ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണ്. അവരുടെ താല്പര്യം പരിരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷെ അത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിപ്പുറത്തിക്കൊണ്ടാണ്. ഇവിടുത്തെ 2008 നൂറ്റട നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്. അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഭൂപരി നിയമം അതും ലംഘിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള നിയമങ്ങളെ എല്ലാം സർക്കാർ തന്നെ ലംഘിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ നിയമം ആർക്ക് വേണ്ടിയാണ്? നെൽവയലുകളും നീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2008 മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കൊണ്ടുവന്നൊരു നിയമമാണ്. അതെന്തിനാണ് ഇവർ തന്നെ ലംഘിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ കൃഷിമന്ത്രി CPI-കാരനാണ്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ വ്യവസായങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ കൃഷിയോട് കാണിക്കുന്ന ഒരു അവജ്ഞയാണ്. കേരളം ഒരു കാർഷിക മേഖലയാണ്. ചട്ടലംഘനത്തിലൂടെ എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി തുടങ്ങാൻ അനുമതി നൽകിയ നടപടിയിൽ പ്രതിഷേധിച്ച് എലപ്പുള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി. സ്ഥാപനത്തിന് കൊടുക്കുന്ന പ്രാരംഭ അനുമതി സർക്കാർ പിൻവലിക്കണമെന്ന് മെമ്പർമാർ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഖാദി വസ്ത്രം ധരിക്കുന്നത് ദേശീയബോധത്തിന്റെ ഭാഗമായി മാറണമെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായും ജയരാജൻ പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്ത് കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖാദി തൊഴിലാളികൾക്ക് മിനിമം കൂലി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും ഖാദി മേഖലയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് സർക്കാർ നൽകുന്നതെന്നും ജയരാജൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന ഖാദി വ്യവസായ ബോർഡിന്റെ സഹകരണത്തോടുകൂടി വനിതകൾക്ക് നെയ്ത്ത് പരിശീലനം നൽകി തൊഴിൽ കൊടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 8 പേർക്കാണ് തൊഴിൽ നൽകുന്നത്. ഇതിന്റെ പ്രാരംഭഘട്ടമെന്നോണം 6 മാസം തൊഴിൽ പരിശീലനവും നൽകും. പരിശീലനത്തോടൊപ്പം മാസം 1000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. പരിശീലനം പൂർത്തിയാക്കിയാൽ തൊഴിലിനനുസരിച്ച് വരുമാനം കണ്ടെത്താനാകും. തുടർന്ന് ഖാദി തൊഴിലാളികളുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ള വേതനം ലഭിക്കും. 10 പേർക്ക് കൂടി തൊഴിൽ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വരുമാനം കണ്ടെത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്നതോടൊപ്പം ഖാദി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനാണ് ആഹ്വാനം ചെയ്തത്.
സ്വദേശി വസ്ത്രം വേണം, ധരിക്കണം. ഇന്നിപ്പോ വലിയ നിരക്കുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതിയൊക്കെ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ തുണികൾ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഈ പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ പണിയെടുത്ത് ഖാദി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, ഖാദി തുണി ഉൽപ്പാദിപ്പിക്കുന്നു. ആ തുണി ആളുകൾ വാങ്ങുന്നു, വസ്ത്രമുണ്ടാക്കി ധരിക്കുന്നു. പക്ഷെ നിരവധി പ്രയാസങ്ങൾ നേരിടുന്നു. കാരണം മത്സരമാണല്ലോ എല്ലാ രംഗത്തും. നേരത്തെ ഇവിടെ പാലക്കാട് പ്രൊജക്ട് ഓഫീസർ പറഞ്ഞതുപോലെ, കൃഷ്ണ പറഞ്ഞതുപോലെ, ഈ ഖാദി വസ്ത്രം ധരിക്കുക എന്നത് നമ്മുടെ ഒരു ദേശീയ ബോധത്തിന്റെ ഭാഗമായി മാറേണ്ടതുണ്ട് എന്നതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നല്ല പിന്തുണയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. ഖാദി വസ്ത്രത്തിന്റെ പ്രത്യേകത പലർക്കും അറിയില്ല. എന്താ ഖാദി തുണിയുടെ പ്രത്യേകത എന്ന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ ഖാദി ഖാദിയാണ്, തുണി തുണിയാണ് എന്നൊക്കെയാണ് മറുപടി പറയുക. ഖാദി തുണിയുടെ പ്രത്യേകത എല്ലാം കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസറീൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NP കോമളം ടീച്ചർ, രാധാകൃഷ്ണൻ മാസ്റ്റർ, എസ് അശ്വതി, ജില്ലാ ഖാദി ഗ്രാമവ്യവസായ കാര്യാലയം പ്രോജക്ട് ഓഫീസർ എസ് കൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ വിനോദ് കുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമുള്ള എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയത് എറണാകുളം ഇന്റർസിറ്റി യാത്രക്കാർക്ക് ആശ്വാസമായി. വൈകിട്ട് 5:55 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും പാലക്കാട്ടേക്കും പോകേണ്ട ട്രെയിനുകൾ യാത്ര തിരിക്കുക. നിലമ്പൂരിലേക്കും പാലക്കാടിലേക്കുമുള്ള നിരവധി യാത്രക്കാർ 5:50 ഷൊർണൂരിൽ എത്തേണ്ട എറണാകുളം ഇന്റർസിറ്റിയിലാണ് ഉണ്ടാവുക. എന്നാൽ ചില ദിവസങ്ങളിൽ ഇന്റർസിറ്റി വൈകുമ്പോൾ ഇരുവശത്തേക്കുമുള്ള യാത്രക്കാർ പിന്നെ അടുത്ത ട്രെയിനുകൾക്കായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാവാറുള്ളത്. നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ്, ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയമാണ് 5 മിനിറ്റ് റെയിൽവേ വർദ്ധിപ്പിച്ചത്. 5:55 പുറപ്പെടുന്ന ഇരു ട്രെയിനുകളും ഇപ്പോൾ 6 മണിക്കാണ് ഷൊർണൂരിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. 1-2 പ്ലാറ്റ്ഫോമുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ ട്രെയിനുകളിൽ കയറാൻ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഇന്റർസിറ്റിയിൽ നിന്നും പാളം മറികടന്നുള്ള യാത്രക്കാരുടെ ഓട്ടം അപകട സാധ്യത ഏറെയാണ്. എന്നാൽ ഇപ്പോൾ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 2 എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയം ദീർഘിപ്പിച്ചിട്ടും എറണാകുളം ഇന്റർസിറ്റി വൈകുമ്പോൾ യാത്രക്കാരും വീണ്ടും ദുരിതത്തിലാവാറുണ്ട്. ഷൊർണൂരിൽ നിന്ന് പിന്നീട് 8:15 നിലമ്പൂരിലേക്ക് ട്രെയിനുള്ളത്. പാലക്കാട് ഭാഗത്തേക്ക് 7:30 എത്തുന്ന ചെന്നൈ മെയിൽ വരെ കാത്തു നിൽക്കേണ്ടതുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പാലക്കാട് NHM ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി NN പ്രജിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തിയ അനിശ്ചിതകാല രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം, JPHN ആശാപ്രവർത്തകരുടെ വേതനാനുകൂല്യങ്ങൾ അനാവശ്യമായി വെട്ടിക്കുറയ്ക്കുകയാണെന്നും ഇത് തുടർന്നാൽ ഈ വിഭാഗത്തെ സബ് സെന്ററിൽ കയറ്റില്ല എന്ന ഭീഷണി സ്വരത്തിൽ ആക്ഷേപിച്ചത് പൊതുവേദിയിൽ പ്രസംഗം പരിശോധിക്കണമെന്നും ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു. ഹാജരാക്കുന്ന രേഖകൾ പരിശോധിച്ച് വേണം അർഹമായ വേതനം. ഈസി മാൻ സോഫ്റ്റ്വെയറിൽ എൻട്രി നടത്തേണ്ടത് സർക്കുലറിൽ പ്രതിപാദിച്ചിട്ടുള്ള രേഖകൾ ഇല്ലാത്തവർക്ക് ആനുകൂല്യം നൽകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ വെയില് കൊണ്ടാലും ഇപ്പൊ നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിപ്പിച്ച ഒരു സംഭവം വളരെ ഖേദകരമാണ്. സ്ത്രീകൾ മാത്രമുള്ള നമ്മളുടെ JPHമാരെ അവരുടെ താഴേക്കടയിൽ വർക്ക് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവരുടെ ശമ്പളം അടിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ വളർത്തി ഈ രീതിയിലാക്കിയ നമ്മൾ കാരണം അവരുടെ ശമ്പളം നഷ്ടപ്പെടുന്നു എന്ന ഒരു മോശമായ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ എല്ലാ JPHമാർക്കും വളരെയേറെ
വേദന ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പ്രവർത്തനങ്ങളും അനുബന്ധ രേഖകളും പലപ്പോഴും ഉണ്ടാവാറില്ല. ഇത്തരം സാഹചര്യത്തിൽ ഇൻസെന്റീവ് ഓണറേറിയം അനുവദിക്കാത്തതാണ് JPHന്റെ ആനുകൂല്യം വെട്ടിക്കുറച്ചു എന്ന് ആരോപിക്കുന്നത്. പ്രസിഡന്റ് ശശിത അധ്യക്ഷത വഹിച്ചു. സരിത ജേക്കബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PD അനിൽകുമാർ, അംജദ് ഖാൻ, രജനി, രാജലക്ഷ്മി, ശ്രീകല, റുക്കിയ, രാധിക തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ മന്ദരോഗ നിവാരണ പദ്ധതിക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. മണ്ണൂർ സെന്ററിൽ നടന്ന പ്രതിരോധ മരുന്ന് വിതരണം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിർവഹിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വാർഡുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, അംഗൻവാടി കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു മരുന്നുകൾ വിതരണം ചെയ്തത്. മണ്ണൂർ സെന്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഗുളിക കഴിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാ ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ആരോഗ്യപരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ, ആശാപ്രവർത്തക പ്രീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതിയും തുകയും വകയിരുത്തി എന്ന സർക്കാർ വാദം കാപട്യമാണെന്ന് SC/ST സംരക്ഷണ മുന്നണി. മുൻ വർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയെന്നും സംസ്ഥാന സെക്രട്ടറി K മായാണ്ടി പാലക്കാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിന് സഹായമാകുന്ന 20 പദ്ധതികളിൽ 500 കോടി രൂപയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. പട്ടികജാതി വർഗ വികസനത്തിനായി 114.9 കോടി വർദ്ധിപ്പിച്ചു എന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് വിവിധ പദ്ധതികളിലെ 500 കോടി വെട്ടിക്കുറച്ചത്. ഫലത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 386 കോടിയുടെ കുറവാണുണ്ടായിരിക്കുന്നത്. 80 ലക്ഷം വീട് പദ്ധതി ഉൾപ്പെടെയുള്ള ഹൗസിംഗ് ബോർഡ് ഉള്ള പദ്ധതികൾക്ക് 36.05 കോടി 16 കോടിയായിട്ട് വെട്ടിച്ചിരിക്കും. ഇത്രയും 500 കോടി രൂപ വെട്ടിക്കുറച്ചിട്ട് ഈ വർഷത്തെ പദ്ധതിയിൽ വെട്ടിക്കുറച്ചിട്ട് 114 കോടി രൂപ മാത്രമാണ് അധികമായിട്ട് സർക്കാർ വകയിരുത്തിയെന്ന്, കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായിട്ട് സർക്കാർ വകയിരുത്തിയെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 386 കോടി രൂപയുടെ കുറച്ച ബഡ്ജറ്റാണ് അടുത്ത വർഷത്തിൽ സർക്കാർ വകയിരുത്തിയത്. അതോടൊപ്പം തന്നെ പട്ടികവർഗ വകുപ്പിന് 1020.44 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. മുൻ വർഷത്തേക്കാൾ 46.31 കോടി രൂപ അധികം. എന്നാൽ ഈ വർഷം പട്ടികവർഗ വകുപ്പിൽ നീക്കി വെച്ചിരിക്കുന്ന 502 കോടി രൂപയിൽ 1176.76 കോടി രൂപ വെട്ടിക്കുറച്ചപ്പോൾ ബഡ്ജറ്റിൽ അധികമായി 46.31 കോടി രൂപ മാത്രമാണ് വകയിരുത്തുന്നത്. അതുപ്രകാരം പട്ടികവർഗ ക്ഷേമത്തിന് 65 കോടിയോളം രൂപ സർക്കാർ ബഡ്ജറ്റിൽ കുറവെത്തിയിരിക്കുന്നു. 2011 സെൻസസ് പ്രകാരം വീടും സ്ഥലവുമില്ലാത്ത 76,308 പട്ടികജാതി കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. 43,800 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള തുകയാണ് സർക്കാർ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയതിലൂടെ ഇല്ലാതായത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ പദ്ധതി വീതവും ഇല്ലാതാക്കി. ലാപ്സായ തുക തിരിച്ചുപിടിക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ ഫണ്ടുകൾ വകമാറ്റാതിരിക്കാനും നഷ്ടപ്പെടുത്താതിരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും K മായാണ്ടി പറഞ്ഞു. പ്രസിഡന്റ് വിജയൻ അമ്പലക്കാട്, സതീഷ് ആനച്ചിറ, ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രാദേശിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെമിനാർ ഹാളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകളൊക്കെ സംരംഭം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അതിന് അറിവില്ലായ്മ കൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇതിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 30 ലക്ഷത്തിലധികം രൂപ വെച്ച് 12ഓളം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 7 പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന് 7 പഞ്ചായത്തുകളുണ്ട്. ആ 7 പഞ്ചായത്തുകളായിട്ട് വനിതാ സംരംഭകരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷം നമ്മൾ അതുപോലെ തന്നെ പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം പുതിയ അപേക്ഷകർക്കുണ്ട്. നമ്മൾ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത്തരം ഒരുപാട് മേഖലയിൽ നമുക്ക് ഒഴിവുകളും അതുപോലെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് ആളുകൾ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് പട്ടാമ്പി ബ്ലോക്കിൽ തന്നെ അതിന് മാതൃകയാണ്. നമുക്ക് 12ഓളം യൂണിറ്റുകൾ വനിതകളാണ്. നമ്മൾ
ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ടൈലറിങ്ങും ഒക്കെ ആയിട്ട് ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫുഡ് പ്രോസസ്സിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലുൾപ്പെടുത്തി അതുപോലെ തന്നെ ടൈലറിങ്ങോ കമ്പ്യൂട്ടറൊക്കെ നമ്മുടെ ബ്ലോക്കിൽ പരിശീലനം കൊടുത്തു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ PP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ PV അബ്ദുൾ രാജിബ് വിഷയാവതരണം നടത്തി. K ബൈജു, ഷൈമ ഉണ്ണികൃഷ്ണൻ, KP സുപ്രഭ, സുമിത് സുന്ദരം, PP നീന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെക്ഷനുകളിലായി ക്ലാസുകളും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയെ ഹരിത വായനശാലയായി പ്രഖ്യാപിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത സുരോജ് ആണ് പ്രഖ്യാപനം നടത്തിയത്. പോസ്റ്റർ വായനശാല പ്രസിഡന്റ് R റിൻസിക്ക് കൈമാറി. ഹരിതസേനാംഗങ്ങൾക്ക് ആദരവും സംഘടിപ്പിച്ചിരുന്നു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വയോജനവേദി കോർഡിനേറ്റർ K പത്മാവതി ടീച്ചർ സ്വാഗതവും ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. അമ്മു കോലാമ്പറമ്പ്, S ആതിര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മുതലമട പഞ്ചായത്തിലെ അനധികൃത കോറികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹരിതഭൂമി പ്രവർത്തകർ തിരുവനന്തപുരം മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഖനനം പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് മുതലമടയിൽ ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് ഹരിതഭൂമി പ്രസിഡന്റ് പിരായരി സെയ്ദ് മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1,13,58,860 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. എന്നാൽ ഭീമമായ പിഴയിൽ നിന്ന് കോറി ഉടമകളെ ഒഴിവാക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയ കോറികളും തുറന്നു പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. കോറികൾക്കെതിരെ സമരം നടത്തിയതിന് വധഭീഷണി നിരന്തരം ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ കോറികളും അടച്ചുപൂട്ടണമെന്നും പരിസ്ഥിതി ലോല പ്രദേശമായ മുതലമടയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നതെന്നും സയ്യിദ് മുഹമ്മദ് പറഞ്ഞു. തിരുവനന്തപുരം മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഓഫീസിലേക്ക് ഹരിതഭൂമി പരിസ്ഥിതി സാമൂഹ്യ സമിതിയുടെ നേതൃത്വത്തിൽ വരുന്ന 25/2/2025 മൈനിങ് ജിയോളജി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയുമാണ് നടത്തുന്നത്. ഇതിനു മുമ്പ് ഒരു വർഷക്കാലമായി ഹരിതഭൂമിയുടെ നിരന്തര പ്രവർത്തനങ്ങളുടെ ഫലമായി മുതലമടയിൽ 25 വർഷമായി പ്രവർത്തിക്കുന്ന അനധികൃത കോറികൾക്ക് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ പൂർണ്ണമായും തൃപ്തരല്ല. അതിന് പ്രധാന കാരണം കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് മൈനിങ് ആൻഡ് ജിയോളജി ഞങ്ങളുടെ ശക്തമായ ഇടപെടൽ മൂലം 21 കോറികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടായി. അതിനു പുറമെ ഈ അടുത്ത കാലത്ത് 5 ലക്ഷം മുതൽ ഓരോ കോറികൾക്ക് 5 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ അതിന് റോയൽറ്റി, വിലപ്പിഴ മറ്റ് ചുമത്തപ്പെട്ടിട്ടുണ്ട്. ആ 21 കോറിക്ക് മാത്രമല്ല, മുതലമട പഞ്ചായത്തിലെ മുഴുവൻ കോറികളും പൂർണ്ണമായും അടയ്ക്കുന്നത് വരെ ഈ സമരത്തിന് ഒരു വിരാമമില്ല. VS രാധാകൃഷ്ണൻ, പത്മമോഹൻ തെക്കേമഠം, TP കനകദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജുകളിൽ നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്കുള്ള സേവന കാലതാമസം ഒഴിവാക്കുക, ഉദ്യോഗസ്ഥൻ ഇല്ലെന്ന കാരണം പറഞ്ഞ് അപേക്ഷകരെ മടക്കുന്ന നടപടി അവസാനിപ്പിക്കുക, വില്ലേജിൽ ഓൺലൈൻ പണമിടപാടുകൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ വില്ലേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ലാഭം ഇത്തരം ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അളന്നു കൊടുക്കുന്നതിന് മൂലം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിലാണ്. അവർക്ക് കിട്ടിയ ജോലി, സർക്കാർ ജോലി, ശമ്പളം വാങ്ങുന്ന ഈ ജോലി കൃത്യമായി ചെയ്യാതെ ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ് വരുന്നത്, ആ പാവങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പ്രത്യേകിച്ചും മണ്ണൂരിലെ വില്ലേജ് ഓഫീസിൽ നടക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ നടക്കുന്ന വില്ലേജ് ഓഫീസിലെ പരാതികളെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി.
അതൊക്കെ തന്നെ ജനങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മുടെ ഈ കോൺഗ്രസിലെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഇതിന് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഇവിടെ ഒരു ചോദിക്കാനും പറയാനും ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് പ്രതിപക്ഷത്ത്. അവർ ചോദിക്കും എന്നുള്ള ബോധം ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് വേണം. അതുപോലെ മാത്രമല്ല ഇവിടെ ഉദ്യോഗസ്ഥരുമില്ല. ഈ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ നടത്തി പ്രതിപാദിച്ചത്. ഈ പാവങ്ങൾ ഇത്രയും ദൂരം വന്ന് ഇവിടെ എത്തി വീണ്ടും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഒന്നും നടക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ, എന്തെങ്കിലും ചെറിയൊരു കാരണം പോലെ അവർ മടക്കി അയക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള വില്ലേജ് ഓഫീസുകൾ ഇവിടുത്തെ വില്ലേജിലെ ജനങ്ങൾക്ക് തന്നെ എന്താ പറയുക, ഒരു ഗുണമല്ല, അതൊരു ഉപദ്രവമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് പി.കെ. അശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. പി.എ. സക്കറിയ, സിദ്ദിഖ് കൊട്ടക്കുന്ന്, പി.സി. രവികുമാർ, വി. സത്യകുമാർ, ഫൈസൽ എം. ശിവപ്രകാശ്, പി. പ്രശാന്ത്, ഫൈസൽ, മുരളീധരൻ, വിപിൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുതൂർ ഗ്രാമപഞ്ചായത്തും വളാഞ്ചേരി നിസാർ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. 100ഓളം പേർ ക്യാമ്പിൽ ചികിത്സ തേടി. പരുതൂർ ഗ്രാമപഞ്ചായത്തും വളാഞ്ചേരി നിസാർ ആശുപത്രിയും സംയുക്തമായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പരുതൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് രോഗികളായ ആളുകളുണ്ട്. അവർക്കൊക്കെ ആശ്വാസമേകുന്ന നിരവധി പരിപാടികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും ക്ലിനിക്കുകളാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. പരുതൂർ ഗ്രാമപഞ്ചായത്തും നമ്മുടെ രോഗികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളും പ്രോഗ്രാമുകളുമാണ് നിരവധി പ്രാവശ്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇതേ പ്രാവശ്യമാണ് നമ്മൾ കൊണ്ടോട്ടിയിലുള്ള ഡയാലിസിസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ, ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നമ്മൾ വൃക്ക രോഗികളെ മുഴുവൻ പരിശോധിക്കുന്നതിന് വേണ്ടി, വൃക്ക രോഗികളെ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. 100-200ഓളം പേരാണ് ആ ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പ് വെച്ചു. 3ാമത്തെ പ്രാവശ്യമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെച്ച് നടക്കുന്നത് എന്നുകൂടി നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ AKM അലി, രജനി ചന്ദ്രൻ, അനിത രാമേന്ദ്രൻ, സെക്രട്ടറി മഞ്ജുഷ, ഡോക്ടർ സിനാൻ, ഡോക്ടർ സാദത്ത് പരീദ് എന്നിവർക്ക് പുറമെ രാമദാസ് പരുതൂർ, TK ചേക്കുട്ടി, നിസാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ധീര രക്തസാക്ഷി ഷുഹൈബിന്റെ 7ാം രക്തസാക്ഷി ദിനം യൂത്ത് കോൺഗ്രസ് മംഗല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മംഗല മണ്ഡലം പ്രസിഡന്റ് അഖിൽ NK അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി, യൂത്ത് കോൺഗ്രസ് കോങ്ങാട് അസംബ്ലി ജനറൽ സെക്രട്ടറി MM ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KR പ്രസാദ്, വത്സകുമാർ, വേലായുധനോ, N സുമംഗല, KC സന്തോഷ്, സതീഷ് പുഴക്കുന്നത്ത്, രൂപേഷ്, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാരായമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1994-95 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെർപ്പുളശ്ശേരിയിൽ സംഘടിപ്പിച്ചു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒത്തുചേരൽ. 30 വർഷങ്ങൾക്ക് ശേഷമുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഭൂരിഭാഗം ആളുകളും പങ്കെടുത്തതായി കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും പരസ്പരം പരിചയം പുതുക്കിയും ഒരു ദിവസം ആനന്ദകരമാക്കി. 9 വർഷം മുൻപേ കൂട്ടായ്മ രൂപീകരിക്കുകയും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. കല്ലേക്കാട് VM UP സ്കൂളിൽ അറബി ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. തനിമ 2025 എന്ന പേരിൽ നടത്തിയ പ്രദർശനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. വിദ്യാഭ്യാസ മേഖലയിൽ 7 പതിറ്റാണ്ട് പിന്നിടുന്ന VM UP സ്കൂളിൽ അറബി ഭാഷയുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ സ്കൂൾ ഹാളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. അറബി അക്ഷരങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്ത മഹത് വ്യക്തികളുടെ രേഖാചിത്രങ്ങളും ബിഗ് ബാനറും കുട്ടികളിൽ കൗതുകം പകർത്തി. പഴയകാല ഉപകരണങ്ങളും നാണയങ്ങളും
കുരുന്നു മനസ്സുകളിൽ പുത്തൻ അറിവുകൾ പകർന്നു നൽകി. സ്കൂളിലെ അറബി അധ്യാപകനായ സൈഫുള്ളയുടെ നേതൃത്വത്തിൽ PTA ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ഷൗഫീഖ്, മദർ PTA പ്രസിഡന്റ് സെറീന, PTA വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആമിന, ഫാബി, സനിത, സ്കൂൾ പ്രധാനാധ്യാപിക KM നയന, SRG കൺവീനർ ശുഭലക്ഷ്മി, അറബി ക്ലബ് ചെയർമാൻ അബിൽ കാസിം, റിസാൻ അലി, സ്കൂൾ ലീഡർ സുബ്ഹാന, സാൻവിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള 17 ദിവസത്തെ തോൽപ്പാവക്കൂത്തിന് ഫെബ്രുവരി 13 വ്യാഴാഴ്ച തുടക്കമാകും. പൂരത്തിന് മുന്നോടിയായി ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസത്തെ കലാസാംസ്കാരിക പരിപാടികൾക്കും വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലപ്പുറം സദാനന്ദപുലവരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. വ്യാഴാഴ്ച ചിനക്കത്തൂർ ദേവസ്വത്തിന്റെ വകയാണ് കൂത്ത്. ഇതോടനുബന്ധിച്ച് വൈകിട്ട് 6:30 നൃത്തനൃത്യങ്ങൾ പനമണ്ണ ശശി പൊതുവാളിന്റെ നേതൃത്വത്തിൽ ശതമേളലയം, കമ്പം കത്തിക്കൽ, വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകും. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ 7 ദേശകമ്മിറ്റികളുടെ വകയാണ് കൂത്ത്. പൂരത്തിന് മുന്നോടിയായി ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസക്കാല കലാസാംസ്കാരിക പരിപാടികൾക്കും വ്യാഴാഴ്ച തുടക്കമാവും. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷണൽ ചെയർമാൻ ദണ്ഡപാണി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ കഥകളി, ഗാനമേള, നാടൻപാട്ട്, ആധുനിക സംഗീത നിശകൾ, ബാലെ, തായമ്പക, നൃത്തപരിപാടി, സംഗീത കച്ചേരി ഉൾപ്പെടെ നിരവധിയായ പരിപാടികൾ അരങ്ങേറും. പൂരത്തിന് മുന്നോടിയായുള്ള പാട്ടുതാലപ്പൊലിയും ഗുരുതിയും ഫെബ്രുവരി 28 നടക്കും. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം 2025 മാർച്ച് മാസം 12, 13 തീയതികളിൽ അതിവിപുലമായ രീതിയിൽ ആഘോഷിക്കും. ആയതിന് മുന്നോടിയായി 17 ദിവസത്തെ തോൽപ്പാവക്കൂത്ത് 13/2/2005 തുടക്കം കുറിക്കുകയാണ്. ചിനക്കത്തൂർ ദേവസ്വത്തിൻ്റെ വകയാണ് ആദ്യത്തെ ദേശക്കൂത്ത്. ദേശക്കൂത്ത് നടത്തുന്നത് സദാനന്ദപുലവരും സംഘവുമാണ്. ആദ്യത്തെ ദിവസം ദേശക്കൂത്ത് ദേവസ്വത്തിൻ്റെ വകയും 2 മുതൽ 8 കൂടി ദിവസങ്ങളിലുള്ള ദേശക്കൂത്തുകൾ ദേശങ്ങളിൽ വകയും, ബാക്കി വരുന്ന 17 ദേശക്കൂത്തുകൾ ഒരുപാട് കൂത്തുകളായിട്ടാണ് നമ്മൾ നടത്തുന്നത്. തോൽപ്പാവക്കൂത്ത് അവസാനിക്കുന്ന മാർച്ച് 1 പൂരം കൊടിയേറും. മാർച്ച് 2 പറയെടുപ്പ് തുടങ്ങും. മാർച്ച് 10 പൂരത്താലപ്പൊലിയും 11 കുമ്മാട്ടിയും ആഘോഷിക്കും. മാർച്ച് 12 പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം ആഘോഷിക്കുകയെന്ന് വാർത്താസമ്മേളനത്തിൽ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് പുത്തംവീട്ടിൽ ശശിധരൻ, സെക്രട്ടറി വി രാമൻ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി മണികണ്ഠൻ, ട്രസ്റ്റി ബോർഡ് അംഗം തെക്കിനിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി, എഴുദേശം കൺവീനർ ആർ മണികണ്ഠൻ, AR രാജേഷ് എന്നിവർ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നെല്ലറയിലെ പ്രസിദ്ധ വേല മഹോത്സവമായ മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് ഫെബ്രുവരി 14 കൊടിയേറും. ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ചാന്താഭിഷേകം ഒഴിവാക്കിയാണ് വേല ആഘോഷിക്കുകയെന്ന് കിഴക്കേയാക്കര വേല കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക വൃത്തിയുടെ ഭാഗമായി നിൽക്കുന്ന മണപ്പുള്ളിക്കാവ് വേല നഗരവേല എന്ന പേരിലാണ് ജില്ലയ്ക്ക് പുറത്തറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറ്റം നടന്ന് 3ാമത്തെ വ്യാഴാഴ്ചയാണ് വേല ആഘോഷിക്കുന്നത്. വേലയ്ക്ക് കൊടിയേറ്റം നടക്കുന്നതോടെ സോപാന സംഗീതം, ചാക്യാർകൂത്ത്, ഡബിൾ തായമ്പക, സംഗീത നിശ, ഗാനമേള എന്നിവ അരങ്ങേറും. വേല ദിവസം 15 ഗജവീരന്മാരും പഞ്ചവാദ്യവും ചേർന്ന് നഗരവേല നടക്കും. ജനസമൂഹം അതാദേശങ്ങളിലെ ദേവീദേവന്മാർക്ക് സംയോജ്യമായി നടത്തുന്ന ആഘോഷമാണ് വേല അല്ലെങ്കിൽ പൂരങ്ങൾ. പാലക്കാട് വേല പൂരങ്ങളിൽ നഗരവേല എന്ന യാതികേട്ട കിഴക്കേയാക്കര മണപ്പുള്ളിക്കാവ് വേല ആചാരത്തനിമയിലും ആഘോഷ മികവിലും മുൻപന്തിയിൽ നിൽക്കുന്നു. വൃശ്ചികമാസം 3ാമത്തെ വെള്ളിയാഴ്ച കതിർ ആഘോഷിക്കുകയാണ് വേല ആരംഭിക്കുകയായി. കതിർ ആഘോഷിക്കുന്നതോടെ വേല ആരംഭിക്കുകയായി. ഈ കതിർ കൂടുകൾ ദേശത്തെ വീടുകളിൽ മുന്നിൽ കെട്ടിക്കൊടുക്കുന്ന വേലയൊരു വിളംബരമാണ്. കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറി 3ാമത്തെ വ്യാഴാഴ്ച വേല എന്നാണ് പതിവ്. ഈ കൊടിയേറ്റത്തിന് നമ്മളൊരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കിണാശ്ശേരിയിലെ ഹരിജനങ്ങളുടെ കാരണവർ മണിയെറിഞ്ഞ് വേലയുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതും ഒരു ചടങ്ങാണ്. സർക്കാർ വിഭാഗങ്ങളുടെ ആവശ്യമായ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്.
സ്ഥലപരിമിതിയും നിയമതടസ്സവും മൂലം വെടിക്കെട്ട് ഉണ്ടാവില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് രക്കണ്ടത്ത് ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ, എ മണികണ്ഠൻ, ജയശങ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണപ്പുള്ളിക്കാവ് വേല മഹോത്സവത്തിന്റെ ഭാഗമായി പടിഞ്ഞാറേയാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ ഫെബ്രുവരി 13 പ്രതിഷ്ഠാദിന മഹോത്സവവും 14 കൊടിയേറ്റവും നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വേലയ്ക്ക് കൊടിയേറിയതോടെ പടിഞ്ഞാറേയാക്കരയും പരിസര പ്രദേശങ്ങളും ഉത്സവ ദിനങ്ങളിലേക്ക് മാറും. മുട്ടിക്കുളകര, കൊപ്പം, വടക്കന്തറ, പുതുപ്പരിയാരം തുടങ്ങിയ ദേശങ്ങൾ കൂടി മണപ്പുള്ളിക്കാവ് വേലയുടെ ഭാഗമാകും. 21 ദീപാലങ്കാരം തെളിയുന്നതോടെ 25 വരെ കലാ സാംസ്കാരിക സന്ധ്യകളുണ്ടാവും. 24 പ്രസീത ചാലക്കുടിയും 26 വിനീത് ശ്രീനിവാസും കലാസന്ധ്യകൾക്ക് നേതൃത്വം വഹിക്കും. നഗരം ചുറ്റിലോടെ 27 വേല സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഗീതജ്ഞൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ് ഇപ്രാവശ്യം പാലക്കാടിന്റെ മണ്ണിലേക്ക് വരുന്നത്. പടിഞ്ഞാറേ പ്രദേശത്തിന്റെ ഈ മണപ്പുള്ളി പകുതി വേലയിൽ 21 ഞങ്ങളുടെ ലൈറ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മവും കൂടി നടക്കുന്നുണ്ട്. ദീപാലങ്കാരം 5 നില വേലപ്പന്തലാണ് ഇപ്രാവശ്യം നമ്മൾ ഈ 2025 ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെബ്രുവരി 27 വേല മഹോത്സവം തുടങ്ങിയാൽ ഫെബ്രുവരി 27 രാത്രി വരെയും അതിന്റെ ഉത്സവാഘോഷ പരിപാടികൾ നിറഞ്ഞു നിൽക്കും. ഘോഷയാത്ര തുടങ്ങുന്നത് വൈകുന്നേരം 3:30 മുതൽ 4 മണിക്കുള്ളിൽ നമ്മളുടെ ചുങ്കം മണ്ണിൽ വെച്ചിട്ടാണ് ഇതിന്റെ തുടക്കം. പാലക്കാടിന്റെ നഗരവീഥികളിലൂടെ കൊട്ടമൈതാനം ചുറ്റി തിരിച്ച് യാത്ര ശ്രീ വിശ്വേശ്വര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതാണ് ഘോഷയാത്ര. അതിൽ നമ്മളുമായി സഹദേശങ്ങൾ കൊപ്പം, മുട്ടിക്കുളങ്ങര, വടക്കന്തറ തുടങ്ങിയ സഹദേശങ്ങളും അണിനിരക്കുന്നുണ്ട്. കൂടാതെ ഈ വേല സമാപിക്കുന്നത് കള്ളിക്കാട്, വടക്കന്തറ, മുട്ടിക്കുളങ്ങര തുടങ്ങിയ ഘോഷയാത്രകളും കൂടെ അനുഗമിച്ചുകൊണ്ടായിരിക്കും. പ്രസിഡന്റ് അനീഷ് MJ, കൺവീനർ രാജൻ TMT, ട്രഷറർ അനന്തകൃഷ്ണൻ, പ്രവീൺ കലാധരൻ, സുനീഷ് സുന്ദരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആറ്റൂർ അർഫ സ്കൂളിൽ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി സ്പാർക്കിൾ 2025 സംഘടിപ്പിച്ചു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KS ഹംസ മുഖ്യ പ്രസംഗം നടത്തി. പ്രധാനാധ്യാപിക C രമ, കോർഡിനേറ്റർ റഷീദ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും KG സൂപ്പർവൈസർ ഷീബാസിസ് നന്ദിയും പറഞ്ഞു. മാറ്റുലി. കാട്ടാനപ്പേടിയിൽ വിറച്ച കേരളം. തൊട്ടടുത്ത ദിവസങ്ങളിൽ ആനക്കിരയായത് 3 പേർ. വന്യമൃഗ ശല്യത്തെപ്പറ്റി 2 വർഷം മുൻപ് പരാതി അവതരിപ്പിച്ചെങ്കിലും തുടർന്ന നടപടിയുണ്ടായില്ലെന്നും വിമർശനമുണ്ട്. ഇതിനകം മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായിരിക്കുന്നു. വന്യജീവി ആക്രമണത്തെ തടയാൻ വനവകുപ്പ് നടപടികൾ ശക്തമാക്കേണ്ടതല്ലേ? പ്രതികരണങ്ങളിലേക്ക്. കാട്ടാന ശല്യം വലിയ രീതിയിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി സാധാരണ മനുഷ്യരെ, പ്രത്യേകിച്ച് വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെ എല്ലാവരെയും തന്നെ ജീവനെടുക്കുന്ന ഒരു സാഹചര്യം വളരെ ഗുരുതരമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് പോകുന്നവരുടെ എണ്ണം ഇനിയും ഒരുപാടായി മാറുമെന്നുള്ള വളരെ ഭീതിയോടുകൂടിയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എല്ലാ ബജറ്റിലുമൊക്കെ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രായോഗികത കണക്കിലെടുത്തിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും തന്നെ ഒരു പ്രാവർത്തികമായി വരുന്നില്ല എന്നുള്ളിടത്താണ് ഇന്നലെ അടക്കം ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടത്. അങ്ങനെ നിരവധിയായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ കൊച്ചു കുട്ടികളെ അടക്കം പുലിയടക്കം വന്ന് കടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത്
ഇതിനൊരു ഫലപ്രദമായി ഒരു ജനകീയ സംവിധാനം കൂടി ഉപയോഗിച്ച് വനം വകുപ്പ് അതിന് നേതൃത്വം കൊടുത്ത് ഇനിയൊരു ജീവൻ കൂടി പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണമെന്നാണ്. ഇന്ന് വളരെയധികം വിഷമഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാടിൻ്റെ പല ഭാഗങ്ങളിലും വന്യജീവികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആന, പുലി. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണമെങ്കിൽ ഗൗരവമായി സർക്കാർ അതിൽ മുൻകൈയെടുത്തിട്ടും ആ പ്രദേശങ്ങളിലെ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു കമ്മിറ്റിയോ അല്ലെങ്കിൽ നല്ലൊരു രൂപം കൊടുത്തുകൊണ്ട് ഇവരെ തടയാനുള്ള മാർഗങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യം തന്നെ. പ്രധാന വാർത്തകൾ വീണ്ടും. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് BJP സംസ്ഥാന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സർക്കാർ ഒരു വൻ കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ. കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി ആരംഭിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലം കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. മദ്യക്കമ്പനിക്ക് സർക്കാർ നൽകിയ അനുമതിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് മെമ്പർമാർ കൊണ്ടുവന്ന പ്രമേയം പാസായി. പ്രമേയം പാസായത് 8-നെതിരെ 14 വോട്ടുകൾക്ക്. പ്രമേയത്തെ അനുകൂലിച്ച് BJP അംഗങ്ങൾ. ഖാദി വസ്ത്രം ധരിക്കുന്നത് ദേശീയബോധത്തിന്റെ ഭാഗമായി മാറണമെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായും P. ജയരാജൻ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്കിടി പേരൂർ പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്ത് കേന്ദ്രം നാടിനെ സമർപ്പിച്ചു. പാലക്കാട് നഴ്സുമാരുടെ പ്രതിഷേധം. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പാലക്കാട് NHM ഓഫീസിന് മുന്നിൽ. സമരം സംഘടിപ്പിച്ചത് ആശാവർക്കർമാരുടെ വേതനം കുറയുന്നതിന് കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന CITU നേതാവ് ഇളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിച്ച പശ്ചാത്തലത്തിൽ പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യം. ചിനക്കത്തൂരിൽ ഇനി പൂരക്കാലത്തിന്റെ രാപ്പകലുകൾ. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള 17 ദിവസത്തെ തോൽഭാവക്കൂത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. ക്ഷേത്ര മൈതാനിയിൽ വ്യാഴാഴ്ച ആരംഭിക്കുന്ന സാംസ്കാരിക പരിപാടികൾ 1 മാസക്കാലം നീണ്ടു നിൽക്കും. ചിനക്കത്തൂർ പൂരം മാർച്ച് 12-ന്. പ്രസിദ്ധമായ മണപ്പുള്ളിക്കാവ് വേല മഹോത്സവത്തിന് ഫെബ്രുവരി 14-ന് കൊടിയേറും. ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിവിധ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.